പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയുള്ള ഹൃദയങ്ങളോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് കർത്താവ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് വരുവാനും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിലുടനീളം കർത്താവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം തരണമേ. ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെല്ലാവരെയും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ ആരാധിക്കുമ്പോഴും അതിനു കഴിയാത്ത രോഗാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ നാമം മഹത്വം എടുക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനകളെയും സഹനങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷയും അങ്ങയുടെ നാമത്തിന് മഹത്വം കരേറ്റുന്നവയായി തീരുവാൻ സഹായിക്കണമേ. ആദ്യോടന്തം ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവ നാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 24-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചൻ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ ലോകത്തിൽ വന്നേശു എൻ്റെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീജമാരണവും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീജപാപി എന്നിൽ വാസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാ
കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും നിൻ മക്കൾക്കും സ്വർഗേ ലഭിക്കും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. പരിശുദ്ധനും നിത്യനും സ്നേഹസമ്പൂർണനുമായ ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനാക്രമം അതിനായി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ദൈവവചനം ഇപ്രകാരം നമ്മോട് അറിയിക്കുന്നു: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ മുട്ടുമടക്കി മൗനമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് ശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ അനവധി തിന്മകളും കർത്താവിന് വിരോധമായിട്ടുള്ള പാപങ്ങളും നാം ചെയ്തിരിക്കുന്നു. എന്നാൽ കാൽവറിയിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാതെ കർത്താവ് നൽകുന്ന വിമോചനം നമുക്ക് അസാധ്യമാണ്. ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റുപറയാം: കർത്താവേ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ മുഴുവനായും ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്കായി ഏൽപ്പിച്ചു തരുന്നു. നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഇനിമേലാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് മൗനമായി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം, പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. അതിനായിട്ട് ആരാധനക്രമത്തിലുള്ള മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുരുക്കമുള്ള ആത്മാവിൽ എന്നെ താങ്ങണമേ. കർത്താവ് നൽകുന്ന പാപമോചന അറിയിപ്പ് സ്വീകരിപ്പിൻ. ഇപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണം. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായി അങ്ങയുടെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ,
കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, ഈ ക്രമത്തിൽ നമുക്ക് ശ്രവിക്കാം. ഇപ്പോൾ ഒന്നാം വേദഭാഗം, ഫസ്റ്റ് ലെസൺ വായിക്കുന്നതാണ്. Today's first lesson is taken from 2 Kings chapter 4, verses begins with 27 to 37. 2 Kings chapter 4 begins with 27. But when she came to the man of God at the mountain, she fell to the ground before him and caught hold of his feet. Gehazi began to push her away. But the man of God said, "Leave her alone. Something is troubling her deeply, and the Lord has not told me what it is." Then she said, അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാമോ ഫസ്റ്റ് ലെസൺ? Then Elisha said to Gehazi, "Get ready to travel. Take myself and go. Don't talk to anyone along the way. Go quickly and lay the staff on the child's face." But the boy's mother said, "As surely as the Lord lives and you yourself live, I won't go home unless you go with me." So Elisha returned with her. Gehazi hurried on ahead and laid the staff on the child's face. But nothing happened. There was no sign of life. The child is still dead. When Elisha arrived, the child was indeed dead, lying there on the prophet's bed. He went in alone and shut the door behind him and prayed to the Lord. Then he lay down on child's body, placing his mouth on the child's mouth, his eyes on the child's eyes, and his hands on the child's hands. And the child's body began to grow warm again. Elisha got up and walked back and forth in the room a few times. Then he stretched himself out again on the child. This time the boy sneezed 7 times and opened his eyes. Then Elisha summoned Gehazi, "Call the child's mother," he said. And when she came in, Elisha said, "Here, take your son." She fell at his feet, overwhelmed with gratitude. Then she picked up her son and carried downstairs. Here ends the first reading. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. സങ്കീർത്തന വേദഭാഗം നമുക്ക് ശ്രവിക്കാം. Psalm 90. Psalm 90. Lord, you have been dwelling place throughout all generations. Before the mountains were born, or you brought forth the whole world. From everlasting to everlasting, you are the God. You turn people back to dust, saying, "Return to dust, you mortals." 1,000 years in your sight are like a day that has just gone by, or like a watch in the night. Yet you sweep people away in the sleep of death. They are like the new grasses of the morning. In the morning, it springs up new, but by evening, it is dried and withered. We are consumed by your anger and terrified by your indignation. You have set our iniquities before you. Our secret sins in the light of our presence. All our days passes away under your wrath. We finish our years with the morn. Our days may come to 70 years or 80 if our strength endures. Yet the best of them are but trouble and sorrows. For they quickly pass and we fly away.
if only we knew the power of our anger. Your wrath is great as fear that is due. Teach us to number our days that we may gain a heart of wisdom. Relying to Lord, how long will it be? Have compassion on your servants. Satisfy us in the morning with your unfailing love, that we may sing for joy and be glad in all our days. Make us glad for as many days as you have afflicted us, for as many years as we have seen troubles. May your deeds be shown to your servants, your splendor to the children. May the favor of the Lord our God rest on us. Establish the work of our hands for us. Yes, establish the work of our hands. Here ends the reading. In the name of the Father, and to the Son, to the Holy Spirit, as it is in the beginning and ever shall be, world without end. Amen. Amen. ലേഖന വേദഭാഗം ശ്രവിക്കാം. സെക്കൻഡ് ലെസൺ. Second reading is taken from Acts chapter 26, verses beginning from 12 to 26. Acts chapter 26, verses beginning from 12 to 26. It was for this purpose that I went to Damascus with authority and orders from the chief priest. It was on the day on the road of midnight, Your Majesty, that I saw a light much brighter than the sun coming from the sky and shining around me and the men traveling with me. All of us fell to the ground, and I heard a voice say to me in Hebrew, Saul, Saul, why are you persecuting me? You are hurting yourself by hitting back like an ox kicking against his owner's stick. Who are you, Lord? I asked. And the Lord answered, I am Jesus, whom you persecute. But get up and stand on your feet. I have appeared to you to appoint you as my servant. You are to tell others that you have seen of me today and what I will show you in the future. I will rescue you from the people of Israel and from the Gentiles to whom I will send you. You are to open their eyes and turn them from the darkness to the light and from the power of Satan to God, so that through their faith in me, they have their sins forgiven and receive their place among God's chosen people. And so, King Agrippa, I did not disobey the vision I had from heaven, first in Damascus and in Jerusalem and in all Judah and among the Gentiles. I preached that they must repent their sins and turn to God and do things that I would show they had repented. It was for this reason that the Jews seized me while I was in the temple and they tried to kill me. But to this very day, I have been helped by God. And so I stand here by giving witness to all, to small and great alike. What I say is very same thing that with the prophets and Moses said was going to happen, that the Messiah must suffer and be the first one to rise from death to announce the light of salvation to Jews and to the Gentiles. Amen. Here ends the second reading. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് അവിടുന്നാകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ അങ്ങേ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും അങ്ങേ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കെരൂബുകളും സറാഫുകളും അങ്ങേ നോക്കി ഇടവിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം അങ്ങേ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം അങ്ങേ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം അങ്ങേ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ അങ്ങേയും അങ്ങയുടെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, അങ്ങ് മഹത്വത്തിന്റെ രാജാവാകുന്നു. അങ്ങ് പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ അവിടുന്ന് ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. അവിടുന്ന് മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. അവിടുന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്ത്
പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി അവിടുന്ന് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ അങ്ങയുടെ വിശുദ്ധന്മാരോടുകൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, അങ്ങയുടെ ജനങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന പ്രകാരം അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 44 വരെയുള്ള ദൈവവചനം ശ്രവിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 44 വരെ. സെയിന്റ് ജോൺ ചാപ്റ്റർ 11 verses 17 to 44. യേശു അവിടെ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാനിയ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അത് കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്നു അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ചു പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ, കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന്റെ കണ്ണു തുറന്ന ഇവൻ അവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി,
4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവനോട് പറഞ്ഞു. അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവവചനം നമ്മോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയവും സ്നേഹവുമുള്ള വിനോദ് സൈലസ് അച്ഛനാണ്. ഈ കാലങ്ങളിലൊക്കെ ഈ ദേശത്ത് പഠിക്കുവാനും തിരുസഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ബഹുമാനമുള്ള അച്ഛനെ ദൈവം ഇടയാക്കി. മാത്രമല്ല, ഏത് സമയത്തും നമ്മുടെ 2 സഭകളിലുള്ള ശുശ്രൂഷകളിലും അച്ഛൻ എത്ര തിരക്കുണ്ടെങ്കിലും പങ്കുചേരുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ്. കൂടാതെ അച്ഛൻ്റെ ജീവിതത്തിലെ പഠന കാലയളവിൽ അച്ഛനെ ദൈവം സഹായിക്കുകയും അതുപോലെ തന്നെ പഠനം പൂർത്തീകരിക്കുവാനും ഡോക്ടറേറ്റ് നേടുവാനും ദൈവമായ കർത്താവ് പ്രിയദാസനെ സഹായിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഹോളി ക്രോസ് ദേവാലയത്തിന്റെ പേരിലും ക്രൈസ്റ്റ് ദേവാലയത്തിന്റെ പേരിലും എല്ലാ പ്രാർത്ഥനകളും അനുമോദനങ്ങളും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ വിനോദ് സൈലസ് അച്ഛനെ ഇവിടെ നേരുകയാണ്, അറിയിക്കുകയാണ്. തുടർന്ന് ഉള്ള ശുശ്രൂഷയിലും നമുക്ക് അച്ഛനെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അച്ഛൻ്റെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുടുംബമായി പ്രിയ ദാസനെ നമുക്ക് ഓർക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യാം. അച്ഛനെ വചനധ്യാനത്തിനായിട്ട് ആദരവോടെ ക്ഷണിക്കുകയാണ്. ധ്യാനത്തിന് മുൻപായിട്ട് നമുക്ക് കൺവെൻഷൻ പാട്ട് പുസ്തകത്തില് 59-ാമത്തെ പാട്ട് നമുക്ക് പാടാം. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. കാരണം ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് നമ്മൾ ശ്രവിച്ചു, ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നു. ലാസറിന്റെ സങ്കടത്തില് കർത്താവ് പങ്കുചേരുന്നു. ഉള്ളം ഹൃദയം നൊന്താണ് കർത്താവ് അവരുടെ ജീവിതത്തിൽ അടുത്തു വരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി പ്രയാസങ്ങളും വേദനകളും ഒക്കെ നമ്മൾ നേരിടുന്നവരാണ്. എന്നാൽ നമ്മുടെ നാഥൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും അവിടെ നിന്ന് കൂടെയുണ്ട്. നമ്മൾ വേദനിക്കുമ്പോൾ കർത്താവ് നമ്മളോടുകൂടെ വേദനിക്കുന്ന ഒരു കർത്താവാണ്. ആ കർത്താവ് നമുക്ക് വിജയം തരുന്ന ഒരു കർത്താവാണ്. ലാസർ മരിച്ചു, എല്ലാ സാധ്യതകളും അവസാനിച്ചു. പക്ഷെ ദൈവം മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുക, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുക. ഒരു നിത്യത ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രത്യാശ നൽകുന്ന മനോഹരമായ ഒരു ഗീതമാണിത്, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും എന്നുള്ളത്. നമ്മുടെ കൺവെൻഷൻ പാട്ടുപുസ്തകത്തില് 59-ാമത്തെ പാട്ട്, സോങ് നമ്പർ 59. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. ഇന്നു മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഭിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ, അന്നേ തീരും വേദനകൾ. എന്നു വന്നു നീ
എന്നെ ചേർക്കുമോ അന്നേ തീരു വേദനകൾ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവരാ ഇല്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിദേവരാ ഇല്ല പാരിൽ വിശ്രമവും. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായല്ലോ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ. ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ. ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കി നൽകിയിരിക്കുന്ന ഈ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ വിശ്വസിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ചെവിയിൽ തോന്നിയിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ കർത്താവെ, അങ്ങയെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് പുനരുത്ഥാനം എന്ന അവസ്ഥ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ വചനധ്യാനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് യഥാർത്ഥ പുനരുത്ഥാനം എന്ന് തിരിച്ചറിയുവാൻ, പുനരുത്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആവശ്യങ്ങളെ തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോക ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമില്ലാത്ത കർത്താവിനെ മാറ്റമില്ലാത്ത വിശ്വാസത്തോടെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനും കർത്താവെ ഞങ്ങളുടെ രണ്ട് സഭകളിലുമുള്ള എല്ലാ മക്കളെയും കൃപയാൽ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് വിവിധ ജീവിത സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും യേശുവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ആരാധനയുടെ അവസാനം അവർ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല, ഒരു മാറ്റം വന്ന വിശ്വാസ ജീവിതങ്ങളായി മാറുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന 28 കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാ മക്കളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചു കൊള്ളണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ഇപ്രകാരം ഈ ഓൺലൈൻ മാധ്യമത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ ആരാധനയിൽ പങ്കെടുപ്പാനും ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഭയമാണ്. ഇന്നലെ ജാലഹള്ളി സഭയിൽ ഒരു വിവാഹം ഉണ്ടായിരുന്നു.
അപ്പൊ അതിൽ പോകണോ പോകണ്ടയോ എന്നുള്ള ഒരു ആശങ്കയോടെയാണ് അവസാന നിമിഷം വരെ ഇരുന്നത്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ ശോശാ ആന്റിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്. അങ്ങോട്ട് ആർക്കും പോകാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ എല്ലാവരും പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. പോകാനായിട്ട് നമുക്ക് കഴിയാത്തത് പല രീതിയിലും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഉള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടാണ് എങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ്. ഒന്ന്, നമ്മിൽ നിന്ന് മറ്റാർക്കും ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന ഒരു ചിന്തയും, എന്നാൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കുക എന്നുള്ള ഭയവും. എന്നാൽ ഈ ലോക ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മെ ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന വിഷയം എന്നത് ഉയർപ്പ്, ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നതാണ്. ഉയർപ്പ് എന്ന് പറഞ്ഞാൽ യേശു മരിച്ച ഒരു മനുഷ്യനെ ഉയർപ്പിക്കുന്നു എന്നോ, യേശു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ഒരാളിന് പുതിയ ജീവൻ കൊടുക്കുന്നു എന്നോ അല്ല. ഇവിടെ പറയുന്നത് ഉയർപ്പ് എന്ന് പറയുന്നത് നിനക്ക് യേശുവിലുള്ള വിശ്വാസമാണ് എന്നാണ്. അതായത് നീ യേശുവിൽ വിശ്വസിക്കുന്ന സത്യസന്ധമായ പൂർണ്ണതയുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ നീ ഉയർത്തെഴുന്നേറ്റു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ വേദഭാഗമായിട്ട് വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 27 മുതൽ 37 വരെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 12 മുതൽ 23 വരെയും, 90-ാമത്തെ സങ്കീർത്തനവും, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 17 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങളും ഈ ലോകപരമായി യേശു ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ ദൈവം വിജയിച്ച് ആ വിജയത്തിന്റെ പ്രതിഫലമായി ജീവൻ തിരികെ കൊടുക്കുന്ന അനുഭവങ്ങളെ കുറിച്ചാണ്. ഈ 4 വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകാൽ പഴയ നിയമ, പുതിയ നിയമ, സുവിശേഷ വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 4 പ്രധാനപ്പെട്ട ചിന്തകളാണ് എനിക്കിന്ന് നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാനായിട്ട് ഉള്ളത്. ഒന്നാമതായിട്ട്, ഉയർപ്പ് പ്രതിഫലേച്ഛയില്ലാത്ത വിശ്വാസിയുടെ അവകാശമാണ് എന്നതാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവത്തെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ അവകാശമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ് ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുവാനായിട്ടുള്ളത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 27 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എലീശയെയും എലീശയുടെ കൂട്ടാളിയായ ഗേഹസിയെയും പിന്നെ ശൂനേംകാരി എന്ന പേര് പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ മകനെയും അവളുടെ ഭർത്താവിനെയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ അതിന്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി, അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇവിടെ ധനികയായ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് എലീശ പ്രവാചകനെ ദൈവം കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരിക്കലും യാദർച്ഛികമായി എന്തെങ്കിലും കൊണ്ടുവന്ന് ചെയ്യുന്നൊരു ദൈവമല്ല. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്ന ഒരു വിശ്വാസത്തിന്റെ സത്യമാണ്, ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടുന്നതിന് മുൻപേ നമ്മെ ഓരോരുത്തരെയും ദൈവം പേർ ചൊല്ലി വിളിച്ചു എന്ന സത്യം, നമ്മുടെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം, ഇത് ഒരു സത്യമാണ്. അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അപ്പോൾ കണ്ടത് പോലെ ചെയ്യുന്ന ഒരു ദൈവമല്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാം മുന്നമേ കരുതി വെക്കുന്ന ഒരു ദൈവമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ ധനികയായ സ്ത്രീ ഉണ്ടായിരുന്ന ശൂനേമിലൂടെ ഈ പ്രവാചകൻ നടന്നു പോയപ്പോ ഈ പ്രവാചകനും ശിഷ്യനും നടന്നു പോകുന്നത് കണ്ട് അവരെ കരുതണം എന്ന് കരുതി ഈ സ്ത്രീയുടെ മനസ്സിലുണ്ടാക്കി ഒരു ചിന്ത കൊടുത്തു. എന്നാൽ ആ ചിന്ത വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് അനുഗ്രഹമായിട്ട് മാറി. അപ്പോ ദൈവം ഒന്നും യാദർച്ഛികമായിട്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കുകയാണ്. ഇത് നമ്മളൊന്നും യാദർച്ഛികമായിട്ട് ഇവിടെ വന്നതല്ല. ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാരൊക്കെ പലപ്പോഴും, പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവം ഒന്നും ഓൾ ഓഫ് എ സഡൻ ചെയ്യുന്നതല്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാം. ഞാനിവിടെ വന്നത് 2013 ആദ്യമായിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ
എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ അതിനെല്ലാം വേണ്ടി ദൈവം ഈ ബാംഗ്ലൂർ പട്ടണത്തിലുള്ള 7 പള്ളികളെയും കരുതിയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും ഇന്ന് ജീവനോടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ഇതുപോലെയുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മളിന്ന് വേദഭാഗമായിട്ട് വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നമുക്കിന്ന് വായിക്കുവാൻ അറിയുവാൻ കഴിയുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഈ പ്രവാചകന്റെ പ്രതിദിനമുള്ള അല്ലെങ്കിൽ പലപ്പോഴായിട്ടുള്ള യാത്ര കണ്ട ഈ ധനികയായ സ്ത്രീ അവളുടെ വീട്ടിന്റെ മുകളിൽ പ്രവാചകനും ശിഷ്യനും വേണ്ടി ഒരു മുറി ഉണ്ടാക്കുകയാണ്. മുറി ഉണ്ടാക്കുന്നു, ഒരു കട്ടിൽ കൊടുക്കുന്നു, ഒരു മേശ കൊടുക്കുന്നു, ഒരു ചെയർ കൊടുക്കുന്നു, ഒരു വിളക്ക് വയ്ക്കുന്നു, അവന് ആവശ്യമുള്ള ആഹാരങ്ങളെല്ലാം റെഡിയായി കൊടുക്കുന്നു. പല പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയാനായിട്ട് പ്രവാചകനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ ഈ ശൂനേംകാരിയും കുടുംബവും തന്നെ സഹായിക്കുന്നത് എന്ന് പ്രവാചകൻ അറിയണമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ഗേഹസിയെ പറഞ്ഞയക്കുകയാണ് എന്താണ് അവളുടെ ആഗ്രഹം എന്നറിയാൻ. പക്ഷെ അവളുടെ മറുപടി ഇത്ര മാത്രമാണ്: ഞാൻ എന്റെ ജനത്തിന്റെ മധ്യേ വസിക്കുന്നു. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, എനിക്ക് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ എന്റെ ജീവിതത്തിലും ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ജനത്തിന്റെ നടുവെ വസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും എന്റെ പ്രശ്നങ്ങളെ അല്ല, എന്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളെ അല്ല. എന്റെ ജീവിതത്തിൽ ഒരു രോഗമോ പ്രയാസമോ കഷ്ടമോ നഷ്ടമോ ഒന്നുണ്ടായാൽ അതൊന്നും എന്റെ പ്രശ്നങ്ങളെ അല്ലാതെ ദൈവത്തിന്റെ പ്രശ്നങ്ങളാണ്. ദൈവം, ഗോഡ് വിൽ ഹാൻഡിൽ ദാറ്റ് വിത്ത് എഫിഷ്യൻസി. ഇവിടെ ഉയർപ്പ് എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണത്തിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് പ്രതിഫലേച്ഛയില്ലാത്ത വിശ്വാസിയുടെ അവകാശമാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ശൂനേംകാരിയുടെ മകൻ തന്റെ പിതാവിനോടൊപ്പം വയലിൽ ഇരിക്കുമ്പോൾ അവനൊരു പ്രയാസം വരുന്നു, അവന് അസുഖം വരുന്നു. അവന്റെ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. ഉച്ചവരെ അവളുടെ മടിയിൽ കിടന്ന് ആ പൈതൽ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ മുറിയിലേക്ക് പൈതലിനെ കൊണ്ടുവന്ന് കിടത്തി ഡോറിനെ അടച്ചിട്ട് ഈ ശൂന്യംകാരിയായ സ്ത്രീ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നു. ഒരൊറ്റ ചോദ്യം: ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടാണോ നീ എനിക്ക് എന്റെ ഈ പൈതലിനെ തന്നത്? ഞാൻ നിന്നോട് ചോദിച്ചിട്ടാണോ നീ എനിക്ക് ഒരു പൈതലിനെ തന്നത്? അതുകൊണ്ട് തന്നെ ഈ പൈതൽ നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അവിടെ പ്രവാചകനോട് ഈ സ്ത്രീ പറയുകയാണ്. പിന്നെ എന്ത് സംഭവിക്കും നമുക്കെല്ലാം അറിയാം. പ്രവാചകനും ഗേഹസിയുമായിട്ട് മടങ്ങി വന്ന് നമ്മൾ ഇന്ന് വേദഭാഗത്തിൽ വായിച്ചതുപോലെ പ്രവാചകൻ അവന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് കിടക്കുമ്പോൾ ആ പ്രവാചകന്റെ ശരീരത്തിന്റെ ചൂട് ആ പൈതലിന്റെ ശരീരത്തിലേക്ക് വരികയും അവൻ ജീവനുള്ള ഒരു ദേഹിയായി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഇവിടെ ഒരു പ്രതിഫലവും ഇല്ലാതെ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം കൊടുത്ത പ്രതിഫലം എന്ന് നോക്കുക. നീ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് എന്ത് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്? ഏതെങ്കിലും ഒരു പ്രതിഫലം, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എനിക്ക് തിരികെ ചെയ്യും, എനിക്കൊരാവശ്യം വരുമ്പോൾ തിരികെ ചെയ്യും എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്, ഒരു പ്രയോജനമില്ലാത്തതാണ്. എന്നാൽ എന്താണോ ഇത് എനിക്ക് വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോ വീതിയിലും തെരുക്കോണുകളിലും പോയി നിനക്ക് പ്രതിഫലം തിരികെ ചെയ്യാൻ കഴിയാത്തവർക്ക് ചെയ്യുവാനായിട്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ധനികയായ സ്ത്രീ പ്രവാചകന്റെ ഒരു ആഗ്രഹം, അത് ദൈവത്തെ സേവിക്കുകയാണ് എന്ന ആഗ്രഹത്തോടെ, എന്ന ചിന്തയോടെ, എന്ന വിശ്വാസത്തോടെ അവൾ അവിടെ ചെയ്യുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് എന്താണോ കുറവുണ്ടായിരുന്നത് അത് മാറി. ഒരു കുഞ്ഞില്ലായിരുന്നു, അത് അവൾക്ക് ലഭിച്ചു. എന്നാൽ ആ കുഞ്ഞിനൊരു പ്രശ്നം വന്നപ്പോ അതും ദൈവം തന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം സഭയ്ക്ക് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ചെയ്യുന്നവരായിട്ട് മാറണം. സഭയ്ക്ക് വേണ്ടി, ആലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, അച്ഛന്റെ ഒരു കാര്യത്തിന് ഇടപെടുമ്പോൾ, സഭാവിശ്വാസി പ്രയാസത്തിലായിരിക്കുമ്പോൾ അവനെ നമ്മൾ കൈതാങ്ങുമ്പോൾ, നിന്റെ ഭവനത്തിനടുത്തുള്ള ഒരു കുടുംബം വേദനയോടെ ആയിരിക്കുമ്പോൾ അവനെ കൈതാങ്ങുന്നത് ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ആകണം എന്നതാണ് ഒന്നാമതായി ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനമായി ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഉയർപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ഒരു പ്രതിഫലേച്ഛയും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നതാണ് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട സത്യം. രണ്ടാമതായിട്ട് നമ്മളിത് വേദഭാഗമായിട്ട് വായിച്ച അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം
26-ാമത്തെ അധ്യായം അതിന്റെ 12 മുതൽ 23 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ, ഉയർപ്പ് എന്നത് ഭയമോ നാണക്കേടോ കൂടാതെ യേശുവിനെ സാക്ഷിക്കുന്നവർക്കുള്ള അവകാശമാണ്. ഉയർപ്പ് എന്നത് ഭയമോ ലജ്ജയോ കൂടാതെ യേശുവിനെ സാക്ഷിക്കുന്നവർക്കുള്ള അവകാശമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 12 മുതൽ 23 വരെയുള്ളതല്ല സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ സംഭവം. ആ ചരിത്രം അല്ലെങ്കിൽ ആ സംഭവം തുടങ്ങുന്നത് 21-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ്. അവിടെ 21-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവിടെ പത്രോസിനെ എല്ലാവരും ചേർന്ന് പിടിച്ച് കെട്ടുന്നൊരു അനുഭവം. 21-ാമത്തെ അധ്യായം 27 മുതൽ 36 വരെ അവിടെയും പത്രോസ് അവിടെ ധൈര്യമായി യേശുവിന്റെ സാക്ഷിയായിട്ട് മാറുകയാണ്. 21-ാമത്തെ അധ്യായം 37 മുതൽ 22-ാമത്തെ അധ്യായം 29 വരെയുള്ള വാക്യത്തിൽ പത്രോസിനെ പിടിച്ചു കെട്ടി ജനത്തിന്റെ മുൻപാകെ കൊണ്ടു നിർത്തുകയാണ്. അവിടെയും ഭയമോ ലജ്ജയോ കൂടാതെ യേശുവിനെ സാക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-ാമത്തെ അധ്യായം 30 മുതൽ 23-ാമത്തെ അധ്യായം 22 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പത്രോസിന് അതുപോലെ പിടിച്ചു കെട്ടപ്പെട്ടവനായി അവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ പോയി നിൽക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷെ അവിടെയും പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അവിടെ അവൻ യേശു കർത്താവിനെ സാക്ഷിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദേശാധിപതിയുടെയും ഫെലിക്സിന്റെയും മുൻപാകെ നിൽക്കുന്ന പൗലോസിനാണ് 23-ാമത്തെ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ. 26-ാമത്തെ അധ്യായത്തിന്റെ ആദ്യം വായിക്കുന്നതാണ് അവൻ അഗ്രിപ്പ രാജാവിന്റെ മുൻപാകെ നിൽക്കുന്ന അനുഭവമാണ് അവിടെ വായിച്ചു നിൽക്കുന്നത്. 26-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവൻ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ 12-ാം നമ്മൾ ഇന്ന് വേദഭാഗമായിട്ട് വായിച്ച 26-ാമത്തെ അധ്യായം 12 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അവൻ തന്റെ ജീവിതത്തെ രക്ഷിക്കാനല്ല അവിടെ നോക്കിയത്, രാജാവിന്റെ മുൻപാകെ മാനസാന്തരത്തിന്റെ സാക്ഷ്യമാണ് അവൻ പറഞ്ഞത്. ജനത്തിന്റെ ഇടയിൽ കലഹമുണ്ടാക്കുകയും ജനത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ബ്ലെയിമോടുകൂടെ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അവിടെ അവൻ തന്റെ ജീവിതത്തെ എങ്ങനെ രക്ഷിക്കണമെന്നല്ല നോക്കിയത്, മറിച്ച് അവൻ അവിടെ പറയുന്നത് മാനസാന്തരത്തിന്റെ സാക്ഷ്യമാണ്. പൗലോസിന്റെ അവൻ അവിടെ സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവിടെ അവന് പട്ടണത്തിലോട്ട് പോകുമ്പോ ഒരു വലിയൊരു വെളിച്ചം വന്നു എന്നും, അവിടെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്നും, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ പൗലോസിനോട് അല്ലെങ്കിൽ ശൗലിനോട് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാക്ഷ്യം പറയുന്ന അല്ലെങ്കിൽ ഒരു അശരീരി കേൾക്കുന്നതിനെയും കുറിച്ചൊക്കെയാണ് അവരോട് പറയുന്നത്. ഈ ഒരു ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ തന്റെ ജീവനെ രക്ഷിക്കേണ്ടതിന് പകരം അവനോട് പറയുന്നത് സാക്ഷിക്കുന്നത് കർത്താവിനെയാണ്. എവിടെയെല്ലാമാണ് പൗലോസ് അല്ലെങ്കിൽ ശൗല് അവിടെ എവിടെയെല്ലാമാണ് അവിടെ സാക്ഷിയായത് മാറിയത്? പിടിക്കപ്പെട്ടപ്പോൾ ജനത്തിന്റെ മുൻപാകെ, പിന്നീട് ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ, ദേശാധിപതിയുടെ മുൻപാകെ, ഫെലിക്സിന്റെ മുൻപാകെ, അവിടെ എല്ലാവരുടെയും മുൻപാകെ അവൻ രക്ഷപ്പെടാനായിട്ടുള്ള ഉപാധികൾ കണ്ടെത്തുന്നതിന് പകരം എവിടെയാണോ ഒരു അവസരം കിട്ടിയത് അവിടെ ഭയമോ ലജ്ജയോ കൂടാതെ യേശുവിനെ സാക്ഷിക്കുക. അവിടെ അഗ്രിപ്പ രാജാവ് അവസാനം കേൾക്കുമ്പോ അവനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ അവനെ പറഞ്ഞു വിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 26-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: മരണകരമായതോ ചങ്ങലയ്ക്ക് യോഗ്യമായതോ ഒന്നും ശൗല് അല്ലെങ്കിൽ പൗലോസ് ചെയ്തിട്ടില്ല എന്ന് അവിടെ അഗ്രിപ്പ രാജാവ് അവിടെ വിധിക്കുകയാണ്. എന്നാൽ അവൻ റോമയില് അഭയം ചൊല്ലിയത് കൊണ്ട് അവനെ വിടുവാനായിട്ട് നിവർത്തിയില്ല, അവനെ അങ്ങോട്ട് അയക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. നോക്കുക, നമ്മളെല്ലാവരും ഏതെല്ലാം ന്യായാധിപ സംഘത്തിന്റെ മുമ്പ് നിൽക്കുന്നവരാണ്. ന്യായാധിപ സംഘം പോട്ടെ, നമ്മുടെ പള്ളിയില് ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് യേശു എന്റെ രക്ഷിതാവാണ് എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എത്ര പേരാണ് നമ്മുടെ പള്ളികളിൽ നിന്നുള്ളത്? നിന്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന ഒരു അവിശ്വാസിയുടെ മുൻപാകെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞിട്ടുള്ള എത്ര പേരാണ് ഇന്ന് നമ്മുടെ സഭകളിലുള്ളത്? നോക്കുക, ഇവിടെ പൗലോസ് രാജാക്കന്മാരുടെ മുൻപാകെയും ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെയും ജനത്തിന്റെ മുൻപാകെയും തന്റെ ജീവനെ രക്ഷിക്കേണ്ടതിന് പകരം അവൻ പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. തന്റെ ജീവനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അവനെ കളയുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ നിമിത്തം തന്റെ ജീവനെയും തനിക്കുള്ളതിനെയും നഷ്ടപ്പെടുത്തുന്നവൻ അവനെ രക്ഷിക്കും അല്ലെങ്കിൽ അവനെ സേവിക്കും, അവനെ നേടിയെടുക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്ന ഉയർപ്പ്. അവനവിടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. എത്രയോ പേർ യേശുവിനെ കേട്ടിട്ടില്ലാത്തവർ യേശുവിനെ കേൾക്കുവാനിടയായി. രാജാവ് യേശുവിനെ കേട്ടിട്ടില്ലെങ്കിൽ അവൻ യേശുവിനെ കേൾക്കുവാനിടയായി എങ്കിൽ രാജാവ് കേട്ടുവെങ്കിൽ എന്റെ അർത്ഥം ആ രാജ്യം മുഴുവൻ കേട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അഗ്രിപ്പ രാജാവ് പറയുകയാണ്, ഇവൻ മരണകരമായതോ
ചങ്ങലയ്ക്ക് യോഗ്യമായത് ഒന്നും ഞാൻ കാണുന്നില്ല. അവനെ വിട്ടയക്കാൻ എനിക്ക് മനസ്സുണ്ട്, പക്ഷെ കനോട്ട്. അവിടെ പിന്നെയും റോമിൽ പോയി അവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ സാക്ഷിയായിട്ട് മാറുകയാണ്. ഇവിടെ അവൻ അവന്റെ ജീവനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. യേശുവിനെ സാക്ഷിക്കുന്നതിലൂടെ അവൻ അവന്റെ ജീവനെ സംരക്ഷിച്ചു. ഈ പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, അല്ലെങ്കിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മൾ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത്. അപ്രകാരം ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ അവകാശമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഭയമോ ലജ്ജയോ കൂടാതെ നീ യേശുവിനെ സാക്ഷിക്കുന്നവനായിട്ട് മാറണം. നീ യേശുവിനെ സാക്ഷിക്കുന്നവനായിട്ട് മാറിയാൽ നീ നിന്റെ ജീവനെ രക്ഷിച്ചു, നിന്റെ പ്രാണനെ രക്ഷിച്ചു, നിന്റെ ആത്മാവിനെ രക്ഷിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മൂന്നാമതായിട്ട്, ഉയർപ്പ് എന്ന് പറയുന്നത് ദീർഘക്ഷമയുടെ പരീക്ഷണ വിജയമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. തീർന്നില്ല അവിടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ദീർഘക്ഷമയുടെ പരീക്ഷണമാണ് ഉയർപ്പിന്റെ അടിസ്ഥാനം. ഇവിടെ 2 വാക്യങ്ങൾ പറയുന്നത് യേശു മാർത്തയെയും മറിയയെയും അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. പക്ഷേ ലാസർ സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞ് അവൻ അവിടെ പാർത്ത സ്ഥലത്ത് 2 ദിവസം പിന്നെയും പാർത്തു. അപ്പോൾ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം, പക്ഷെ യേശു വരാൻ താമസിക്കുകയാണ് അവിടെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യേശു മാർത്തയുടെയും മറിയയുടെയും ദീർഘക്ഷമയെ പരീക്ഷിക്കുകയാണ്. വിശ്വാസം എന്നത് ദീർഘക്ഷമയാണ്. എത്രയോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്, പക്ഷെ അത് പലപ്പോഴും നമ്മൾ ഗ്രഹിക്കാറില്ല. അവിടെ തീരുന്നില്ല. യേശു അവിടെ തിരിച്ചെത്തുമ്പോ ലാസർ മരിച്ച 4 ദിവസം കഴിഞ്ഞു. അപ്പോ 2 ദിവസം മുമ്പേ കർത്താവ് അവിടെ താമസിച്ചു. ഒരുപക്ഷെ ലാസർ തൊട്ടടുത്ത ദിവസം മരിച്ചിരിക്കാം. പിന്നെയും 4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ യേശു വന്നു എന്നറിഞ്ഞപ്പോ യേശുവിനോട്, അല്ലെങ്കിൽ യേശുവിന്റെ കാല് പിടിച്ച് കരയുകയാണ് ഇവർ രണ്ടും. എന്താണ് മാർത്ത വന്ന് പറഞ്ഞത്? കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മാർത്തയുടെ വിശ്വാസ പ്രഖ്യാപനം അവിടെ തീർന്നില്ല. ഇപ്പോഴും നീ എന്ത് യാചിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് പ്രഖ്യാപനം. ഇതാണ് ദീർഘക്ഷമ. അവരുടെ ദീർഘക്ഷമ അവരുടെ സഹോദരന്റെ ജീവനെ നേടുന്നതിന് അടിസ്ഥാനമായിട്ട് മാറി. ഞാന് 2008 എന്റെ BD പഠനം പൂർത്തിയാക്കി മിഷൻ ഫീൽഡ് മിഷണറി ആയിട്ട് പോയത്. 2011 എന്റെ ബിഷപ്പ് അപ്പോഴേ ഗ്ലാസൻ തിരുമേനിയായിരുന്നു. എനിക്ക് MTH പഠിക്കാനായിട്ട് പെർമിഷൻ തന്നു. അത് ഞാൻ നേരെ പോയത് ഗുരുകുലിലോട്ടാ എൻട്രൻസ് ചെയ്തത്. പക്ഷെ എനിക്ക് അന്ന് അവിടെ ഗുരുകുൽ എൻട്രൻസ് കിട്ടിയില്ല. കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന്, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവിടെ ഒരു റൂമർ ലെറ്റർ അയച്ചു ഗുരുകുലില്. ഇയാള് മിഷൻ ഫീൽഡിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു. ദാറ്റ്സ് വൈ ദേ ഡിഡ് നോട്ട് കൺസിഡർ മീ. 2011 എൻട്രൻസ് എഴുതിയിട്ട് ഞാൻ അന്ന് ഈ ഒരു അനുഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. 2011 ഞാൻ തിരിച്ച് എന്റെ മിഷൻ ഫീൽഡിൽ പോയി 2 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ഗ്ലാസ് തിരുമേനി മാറി റസാലൻ തിരുമേനി ബിഷപ്പായി. തിരുമേനിയോട് പഠിക്കാനായിട്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ വന്നത് UTC-യിലാണ്. 2013 ഞാൻ UTC-യിൽ വരുവാ പഠിക്കാനായിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അന്ന് ഒരു മനുഷ്യൻ എനിക്കെതിരെ പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയെങ്കിലും അതിനെ അതിജീവിച്ച് അന്ന് പഠിക്കാൻ കയറിയിരുന്നെങ്കിൽ 2013 ഞാൻ പഠിത്തം പൂർത്തിയാക്കി ഏതെങ്കിലും പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. പക്ഷേ 2 വർഷം ഞാൻ കാത്തിരുന്നത് കൊണ്ട് ദൈവന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹം തന്നെന്ന് നിങ്ങൾക്ക് അറിയാമോ? 2013 മുതൽ 2020 വരെയുള്ള
7 വർഷത്തിന്റെ ഗ്യാപ്പിൽ എന്റെ MDH പഠനം പൂർത്തീകരിക്കാൻ എന്റെ ഡോക്ടർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ഇതാണ് ദീർഘക്ഷമയ്ക്ക് അല്ലെങ്കിൽ കാത്തിരിക്കുന്നതിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം. കാത്തിരിക്കുന്നത് ഒരിക്കലും ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ നീ കാത്തിരിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് അല്ല. ഞാൻ അന്ന് MDH കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ അച്ഛനായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് മൈ അക്കാഡമിക് കരിയർ. എന്നാൽ ഇന്ന് ഞാന് അച്ഛൻ്റെ രാവിലെ ആദ്യം പറഞ്ഞതുപോലെ റവറൻഡ് ഡോക്ടർ എന്നുള്ള ഒരു പദവി താങ്ക് യു അച്ഛാ എന്ന് വിളിക്കപ്പെടാനായിട്ട് യോഗ്യമായിട്ട് മാറിയത് ഞാൻ അന്ന് 2 വർഷം കാത്തിരുന്നുണ്ട്. എന്റെ ഡോക്ടർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2 വർഷമായി. ഇപ്പോഴും ഞാൻ 2 വർഷം കാത്തിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു കം ഇൻ ടു മൈ ലൈഫ്. ഓക്കെ, അത് ഞാൻ ആദ്യം താമസിയാതെ നിങ്ങളോട് പറയും. ദീർഘക്ഷമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് ക്രിസ്തുവുള്ള വിശ്വാസമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. അവർ 2 ദിവസം കർത്താവ് അവിടെ മാറി നിന്നു. യേശു വരുന്നതിന് 4 ദിവസം മുമ്പേ മരിച്ചു, അടക്കപ്പെട്ടു, നാറ്റം വെച്ചു. പക്ഷേ ദീർഘക്ഷമയോടെ മാർത്തയും മറിയയും ലാസറിന് വേണ്ടി യേശുവിന്റെ കാൽ പോയി പിടിച്ചത് കൊണ്ട് സംഭവിച്ചത് നാറ്റം വച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതം ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഉള്ള് നാറ്റം വച്ചതാണ്. കാരണം ക്രിസ്തു വന്നിട്ടില്ല. ക്രിസ്തു വന്നാൽ പിന്നെ നാറ്റം ഉണ്ടാവില്ല. പക്ഷെ ക്രിസ്തു വരാൻ താമസിക്കുന്നത് അതൊരു ശാപമായിട്ട് കരുതരുത്. നീ എങ്ങനെ നാറ്റം വച്ചിരുന്നാലും നിനക്ക് യേശുവിന്റെ കാല് പോയി പിടിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. നിന്റെ ജീവിതം എത്ര നാറ്റമുള്ളതായിരുന്നാലും, നിന്റെ ജീവിതം എത്ര തകർന്ന് തരിപ്പണമായതായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായിരുന്നാലും, ഇനി ഒരു ജീവിതത്തിൽ ഒരു ഉന്നതി ഇല്ല എന്ന് നീ തീരുമാനിച്ചാലും, നിന്റെ വേണ്ടപ്പെട്ടവർ ഇതാ നശിക്കുവാൻ പോകുന്നു, മരിക്കുവാൻ പോകുന്നു എന്ന് നീ തീരുമാനിച്ചാലും, ദീർഘക്ഷമയോടെ യേശുവിന്റെ കാൽ പിടിക്കുവാനായിട്ട് നിനക്ക് കഴിഞ്ഞാൽ 2 ദിവസമല്ല, 4 ദിവസമല്ല, എത്ര ദിവസമായിരുന്നാലും യേശുവിന് നിന്റെ അടുക്കൽ കടന്നു വരാൻ ഒരവസരം നീ ഒരുക്കി കൊടുത്താൽ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പാണ്. നീ മറന്നുപോകുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് ദീർഘക്ഷമയുടെ പരീക്ഷിച്ച് വിജയിച്ചവർക്കുള്ളതാണ്. ഇവിടെ മാർത്തയും മറിയയുടെയും ദീർഘക്ഷമയെ യേശു പരീക്ഷിക്കുകയാണ്. മാർത്തയുടെയും മറിയയുടെയും ദീർഘക്ഷമയെ യേശു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ മാർത്തയും മറിയയും വിജയിച്ചു. നമ്മുടെ ജീവിതത്തിലാണ് സംഭവിച്ചെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? കർത്താവേ, നീ എവിടെയായിരുന്നു അല്ലേ? നമുക്കൊരാവശ്യം വന്നപ്പോ കർത്താവ് എവിടെ പോയി? എനിക്കൊരാവശ്യം വന്നപ്പോ നമ്മുടെ പള്ളിക്കാരെവിടെ പോയി? ഒരാവശ്യം ഉണ്ടായപ്പോ അച്ഛൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നവരല്ലേ നമ്മൾ. എന്നാൽ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് പ്രയോജനമുള്ളതാണ്, മറന്നു പോകരുത്. അത് മറ്റുള്ളവരെ കുറ്റം പഴിക്കാനുള്ളതല്ല. നിന്റെ വിശ്വാസത്തിൽ നീ എത്രമാത്രം ആഴത്തിൽ നീ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നീ തന്നെ ഈ ലോകത്തിന്റെ മുൻപാകെ പ്രകടമാക്കുവാനുള്ള അവസരമാണ് കാത്തിരിപ്പ്. ഇവിടെ 4 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു, യേശു വരാൻ കാത്തിരുന്നു, വന്നില്ല. മാർത്തയ്ക്ക് മറിയും ദേഷ്യം വരണമായിരുന്നു. കർത്താവ് വന്നപ്പോഴേ, കർത്താവ് നീ ഒരു ആവശ്യം വന്നപ്പോ എവിടെ പോയിരുന്നു ചോദിക്കാൻ വന്നു, ചെയ്തില്ല. അവർ ദീർഘക്ഷമയുടെ യേശു ഉണ്ടാക്കിയ പരീക്ഷയെ മാർത്തയും മറിയും വിജയിച്ചു. അതുകൊണ്ട് അവരുടെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ എത്രയോ കാലമായി നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയുന്നില്ല. നിന്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കുകയാണെന്ന് നീ കരുതിക്കും. ഇന്ന് എത്ര പേരാണ് ഇവിടെ ഈ പള്ളിയിൽ? ഇന്ന് ഈ കൂട്ടായ്മകൾ 27 കുടുംബങ്ങളാണുള്ളത്. അത് ജെന്നയും ജയനച്ചനെയും ചേർത്ത് അപ്പൊ 25 പേരേ ഉള്ളൂ. നമ്മുടെ രണ്ട് ഹെബ്ബാളിലും ജാലഹലിലും കൂടെ കൂട്ടുമ്പോൾ എത്ര കുടുംബങ്ങളാണ് നമുക്കുള്ളത്? ഇത് നിന്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കും. നിന്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കുകയാണ് കർത്താവ്. ആ പരീക്ഷണത്തിൽ നിനക്ക് വിജയിക്കുവാൻ കഴിയാതെ പോയാൽ നീ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഇരിക്കും. ഈ ദീർഘക്ഷമയെ നീ പരീക്ഷണത്തിൽ വിജയിച്ചാൽ നിന്റെ ജീവിതത്തിൽ എന്താണോ കുറവുള്ളത് അത് ദൈവം മാറ്റുമെന്ന് മാത്രമല്ല, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കാനായിട്ട് പോകുന്നത് മനസ്സിലായി. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്ന് ഞാൻ കരുതുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 21-32 വാക്യങ്ങൾ. ഇത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉയർപ്പ് എന്ന് പറഞ്ഞാൽ അറിയാതെ വിശ്വാസം ഒരുപോലെ പ്രകടമാക്കുന്നവർക്കുള്ള അവകാശം. ഉയർപ്പ് എന്നത് അറിയാതെ, പരസ്പരം അറിയാതെ വിശ്വാസം എന്നാൽ ഒരുപോലെ പ്രകടമാക്കുന്നവർക്കുള്ള പ്രതിഫലമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്:
മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് അറിയാത്ത വിശ്വാസം, കാണാത്ത വിശ്വാസം? 11-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. യേശു ഇരിക്കുന്നിടത്ത് മറിയയും എത്തി, അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് മറിയ പറയുകയാണ്. മാർത്ത എന്തുവാ പറഞ്ഞത്? നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് മാർത്ത പറഞ്ഞു. മറിയ ഇതൊന്നും അറിയാതെ കരഞ്ഞു വന്ന മറിയയുടെ വിശ്വാസം എന്തായിരുന്നു? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല. ഇതാണ് വിശ്വാസം. നമ്മുടെ സഭയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഓരോരുത്തരോട് ഒരു വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും രണ്ടുപേരും ഒരുപോലെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് വിശ്വാസം. മാർത്തയും മറിയയുടെയും വിശ്വാസം ഒന്ന് നോക്ക്. നമ്മളൊക്കെ എത്ര താഴെക്കിടയിലുള്ളവരാണ് വിശ്വാസം. മരിച്ച് നാറ്റം വെച്ച് ലാസറിന്റെ കല്ലറയുടെ അടുക്കലിരിക്കുന്ന കർത്താവിന്, അല്ലെങ്കിൽ അവിടെ വന്ന കർത്താവിനെ എതിരേറ്റ് വന്ന മാർത്ത പറഞ്ഞ അതേ വാക്യം അവനെ എതിരേറ്റ് വന്ന, അല്ലെങ്കിൽ മാർത്ത കാണാതെ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരുന്ന മറിയ വന്ന് യേശുവിനോട് പറയുന്നത് ഒന്നാ. ഇതാണ് വിശ്വാസം, ഇതാണ് ഉയർത്തെഴുന്നേൽപ്പ്. സഭ മരിച്ചു കിടക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിൽ യോജിപ്പില്ല എന്നാ. സഭയ്ക്കൊരു ഉന്നതി ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും യോജിച്ചിട്ടില്ല എന്നാ എന്റെ അർത്ഥം. വിശ്വാസികൾ തമ്മിൽ ഒരുമയുണ്ടായെങ്കിൽ ഈ ലോകത്തിൽ സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. സഭയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ 5 പേരോ 10 പേരോ 100 പേരോ എന്നുള്ളതല്ല കണക്ക്, നിന്റെ വിശ്വാസം ഒന്നായിട്ടുണ്ടോ എന്നുള്ളതാണ് കണക്ക്. ഇവിടെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഇവിടെയാണ് എനിക്ക് ഹെബാൾ സഭയും ജാലഹൽ സഭയും വെല്ലുവിളിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ വിശ്വാസം പരസ്പരം അറിയാതെ ഒന്നായിട്ട് മാറുന്ന വിശ്വാസമായിട്ട് മാറും. ഇതാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാതെ വന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് കഷ്ടമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ വന്നാൽ, നിങ്ങൾ കാണുന്നതിനെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ കാണാത്തതിനെങ്ങനെ വിശ്വസിക്കുമെന്നേ? പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ പ്രകടനമായിട്ട് മാറണം. ഉയർത്തെഴുന്നേൽപ്പിന് യേശു അല്ലെങ്കിൽ ദൈവം, വിശുദ്ധ വേദപുസ്തകം പറയുന്ന 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് വെച്ചത്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ടോ എങ്കിൽ അതിനെ നേടിയെടുത്തുകൊണ്ട് ആ വിശ്വാസത്തിന്റെ അനുഭവം കൂടെ നേടിക്കൊണ്ട് നല്ല വിശ്വാസികളായിട്ട് മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു പ്രതിഫലേച്ഛയും ഇല്ലാത്തതായിട്ട് മാറട്ടെ. യേശുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം ഭയമോ ലജ്ജയോ കൂടാതെ ചെയ്യാൻ ദൈവം നമുക്ക് കഴിയട്ടെ. യേശുവിന് വേണ്ടി ദീർഘക്ഷമയോടെ പരീക്ഷണങ്ങളെ വിജയിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിന് വേണ്ടി പരസ്പരം അറിയാതിരിക്കുന്നവർ പോലും ഒരുപോലെ വിശ്വാസത്തെ വളർത്തുന്നവരായിട്ട് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്രകാരം ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭ എന്ന ഈ ലോകം സാക്ഷിക്കുവാൻ ഹെബാൾ സഭയെയും ജാലഹള്ളി സഭയെയും സർവശക്തനായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനം ശ്രവിച്ച നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, യേശു ക്രിസ്തുവിനെ അങ്ങ് ഉയർത്തുകയും സകലത്തിന്റെയും കർത്താവാക്കുകയും ചെയ്തുവല്ലോ. പുനരുദ്ധാനവും നിത്യജീവന്റെ ഉറവയുമായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവിടുത്തെ അനുഗമിക്കുവാനും ആവശ്യമായ വിശ്വാസവും ധീരതയും ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിന്റെ ജീവിതത്തെയും രക്ഷണ്യ പ്രവൃത്തിയെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ അവിശ്വാസവും അവിശ്വസ്തതയും വെടിയുന്നതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, രോഗങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ഹോളി ക്രോസ് ദേവാലയത്തിലെയും ക്രൈസ്റ്റ് ദേവാലയത്തിലെയും എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹിതരായ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് ദൈവവചനം നമ്മോട് പങ്കുവെച്ച കർത്താവിൻ്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലും പഠനങ്ങളിലും ശുശ്രൂഷയിലെല്ലാം ദൈവം കൂടെ ഇരുന്നു. ഇനി ഒത്തിരി ആവശ്യങ്ങൾ പ്രിയദാസന്റെ ജീവിതത്തിലുണ്ട്. ദൈവം അതെല്ലാം നൽകി മാനിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൂടി വരുവാൻ ദൈവം കൃപ ചെയ്തു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഓർക്കാം. യുവതി യുവാക്കന്മാർക്കായി പ്രാർത്ഥിക്കാം. മധ്യവയസ്കരെ ഓർക്കാം. വാർദ്ധക്യ ക്ഷീണങ്ങളുള്ളവരെ ഓർക്കാം. അവരെല്ലാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയമുള്ള VK തോമസ് അങ്കിളിനെ നമുക്ക് ഓർക്കാം. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിസ്റ്റർ സാജൻ, ആ കുടുംബത്തെ ഓർക്കാം. ആശ ഹോസ്പിറ്റലിലായിരിക്കും. രണ്ടുപേരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനും അവരെ ധൈര്യപ്പെടുത്തേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പ്രയാസങ്ങളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ജോൺസൺ ആൻഡ് ഫാമിലി, മിസ്റ്റർ കുട്ടപ്പൻ ആൻഡ് ഫാമിലി, മിസ്റ്റർ മാണിക്കുഞ്ഞ് ആൻഡ് ഫാമിലി, മിസ്റ്റർ ബിജു ബോസ് ആൻഡ് ഫാമിലി, മിസ്റ്റർ സൈമൺ ആൻഡ് മിസ്റ്റർ ജിജോ, മിസ്റ്റർ സാമുവൽ പ്രേംറോയൻ ആൻഡ് ഫാമിലി, മിസ്റ്റർ ജോർജ് മോഹൻ ആൻഡ് ഫാമിലി, മിസ്റ്റർ മനോജ് ആൻഡ് ഫാമിലി എന്നിവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട സൗത്ത് കേരള ഡയസിസിലെ ബിജുമോഹൻ അച്ഛൻ്റെ ജീവിതത്തെ ഓർക്കുക. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭകളിൽ ശുശ്രൂഷ ചെയ്ത, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ദൈവമക്കളെ നമുക്ക് ഓർക്കാം. മറ്റു പ്രയാസങ്ങളിലും ഭാരങ്ങളിലിരിക്കുന്ന നമ്മുടെ ഇടവക സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
അവരുടെ എല്ലാ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ, വിവാഹം, അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ആയിരിക്കുന്നവർ, ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, മറ്റ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവര്, എല്ലാവരെയും യേശുവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ബിസിനസ് മേഖലയിലുള്ളവരെ നമുക്ക് ഓർക്കാം. വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ അധ്വാനിക്കുന്ന മക്കളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിവന്യ തിരുമേനി, ഭരണസമിതി അംഗങ്ങൾ, എല്ലാ ശുശ്രൂഷകർ, എല്ലാ സഭകൾ, കുടുംബങ്ങൾ, അൽമായർ, എല്ലാവർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വാക്സിൻ എത്രയും പെട്ടെന്ന് ലഭ്യമാകുവാനും സാധാരണക്കാരിൽ അത് എത്തുവാനും നേതാക്കളെയൊക്കെ ഒരുക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ NGOs, വ്യക്തികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ കമ്പനികൾ, അനവധി പേരുണ്ട്, സാമൂഹിക സംഘടനകൾ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ മഹാമാരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലേണ്ടതിന് നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ കർത്താവിൻ്റെ കരുണയില്ലാതെ നമ്മുടെ ജീവിതം സഫലമാകില്ല. ഈ ഒരവസരത്തിൽ ബഹുമാനുള്ള അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ കാത്തിരിക്കുമ്പോൾ അത് വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പ്രത്യേകത കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൽ ഒരിക്കലും മടുപ്പില്ലാതെ, വിരസതയില്ലാതെ ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, ശിമയോനെ പോലെ കാത്തിരിക്കുവാൻ നമ്മെ ഒരുക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഒരു മഹാമാരി പോലെ മരണകരമായ ജീവിതയാത്രയിൽ തൻ്റെ ജീവിതത്തെ രക്ഷിക്കുന്നതിനുപരി ദൈവരാജ്യത്തെ കാത്തിരുന്നത് പോലെ ക്ഷമയോടെ കർത്താവിനെ നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന്റെ ഇടപെടലിനായി നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഏറ്റവും സ്നേഹമുള്ള മറിയം ആന്റി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കും. കേൾക്കാമോ? കേൾക്കാം, പ്രാർത്ഥിച്ചോളൂ. നമുക്ക് കർത്താവിന്റെ സന്നിധിയില് നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരാം. നമ്മളുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി നമ്മുടെ മുഖങ്ങളെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം പരിശുദ്ധാത്മാവിന്റെ നിറവിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്നേഹമുള്ള ദൈവമേ, പൊന്നപ്പച്ച, എഴയാടിയങ്ങൾ അവിടുത്തെ തൃപ്പാദത്തില് ഞങ്ങൾ അടുത്ത് വരിക കർത്താവേ. ദൈവമേ, ഞങ്ങളെ ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാന് കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു കർത്താവേ. അവിടുത്തെ മഹാദേയ കർത്താവെ, അവിടുത്തെ കരുണയല്ലാതെ ഞങ്ങൾ പുകഴുവാനോ പ്രശംസിപ്പാനോ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവെ. ഞങ്ങൾ പാപികളും മഹാപാപികളും ദോഷികളുമാ കർത്താവെ. കുറവുകളല്ലാതെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിരത്തി വയ്ക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവെ. എങ്കിലും കർത്താവ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമേ, അതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലൊക്കും കർത്താവെ. ഞങ്ങൾക്ക് പകരം തരാൻ അതിനൊന്നുമില്ല കർത്താവെ. അവിടുന്ന് ഓരോ ദിവസവും തരുന്ന നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ ദൈവമേ, യോഗ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവ് ഇത്രമാത്രം സ്നേഹിക്കുന്നല്ല ദൈവമേ. അതിന് പകരം തരാൻ ഞങ്ങൾ എന്ത് തരും കർത്താവെ? ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ അവസ്ഥകളെല്ലാം അറിയുന്ന കർത്താവെ, ദൈവമേ, എൻ്റെ കർത്താവിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. സകലവും നഗ്നവും മലർന്നതുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കിടക്കുന്ന കർത്താവെ. ദൈവമേ, ഇന്നത്തെ ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിൻ്റെ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും ജീവിപ്പിക്കുന്നത്
കർത്താവെ അവിടുത്തെ നാമമഹത്വത്തിനാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും രൂപാന്തരപ്പെടുവാന് കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവിന്റെ വരവാണോ ആദ്യം, ദൈവമേ ഞങ്ങളാണോ മരണപ്പെടുന്നതൊന്നും ഞങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവെ. ആ ഒരവസ്ഥയിൽ ദൈവമേ എന്തായിരുന്നാലും കർത്താവെ നിനക്കായിട്ട് ഒരുങ്ങുവാൻ കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കിട്ടുന്ന സമയങ്ങളൊക്കെ കർത്താവിന്റെ സന്നിധിയിലെ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാന്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാന് കർത്താവെ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ നല്ല ആരാധനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നല്ല വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ അങ്ങയുടെ ദാസന്മാരെ അതിനായിട്ട് അവിടുന്ന് ബലപ്പെടുത്തി അവിടുന്ന് ഒരുക്കി കർത്താവെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ ഞങ്ങൾ പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടായാലും കർത്താവെ ഒരു മനസ്സോടെ കർത്താവെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെ ഈ മാധ്യമത്തിൽ കൂടെ അടുത്തു വരുവാന് എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയ നന്മയ്ക്കായിട്ട്, ഈ വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ കർത്താവെ ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ല കർത്താവെ, എന്നാലും നീ ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാസ്നേഹം എന്ന് നന്ദിയുള്ള മക്കളായിട്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ താഴ്മയോടും എളിമയോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധ രക്തത്താല് കർത്താവെ അനുനിമിഷം കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ ഈ വർഷത്തിന്റെ ഈ 5-ാമത്തെ മാസം വരെ ഞങ്ങളെ അവിടുന്ന് കാത്തല്ല ദൈവമേ. സ്തോത്രം ദൈവമേ. കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളായിരുന്നവര് എത്ര പേര് ഈ ലോകം വിട്ട് കടന്നുപോയി കർത്താവെ. ഇന്ന് എത്രയോ ഭവനങ്ങൾ കർത്താവെ വിലാപ ഭവനങ്ങളായി മാറിയിരിക്കുക കർത്താവെ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവെ അവരോടൊക്കെയും കർത്താവ് കരുണ കാണിക്കണമേ. അങ്ങയുടെ ആ വലിയ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ദൈവമേ ഹോളി ക്രോസ് സഭയെയും കർത്താവെ ഹെബാൾ സഭയെയും, 2 സഭയെ ഒരുപോലെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവെ. 2 സഭയിലുമുള്ള പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും കർത്താവെ അവിടുത്തെ പൊന്നുപാദത്തിലേക്ക് കൊണ്ടുവരിക കർത്താവെ. ദൈവമേ എല്ലാ മക്കളെയും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ. എല്ലാവർക്കും അവരവരുടേതായ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവമേ മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. എന്നാലും എല്ലാവരുടെ ഉള്ളങ്ങളെയും കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. എല്ലാ മക്കളെയും എല്ലാ കുടുംബത്തെയും എല്ലാവരെയും കർത്താവ് ദൈവമേ ആളാം പ്രതിയായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളൊക്കെ കർത്താവ് നടത്തി കൊടുക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ എന്താവശ്യമുണ്ടെങ്കിലും കർത്താവെ അത് ദൈവമേ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് അപ്പൻ്റെ അടുക്കൽ മക്കളെന്ന പോലെ വരുവാൻ അവിടുന്ന് അവകാശം തന്നിട്ടുണ്ട് കർത്താവെ. ആ അവകാശത്തോടെ ഞങ്ങൾ പിടിച്ചു വാങ്ങുവാന്, കർത്താവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ കണ്ണുനീരൊഴുക്കി വാങ്ങുവാന് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒഴുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ ഞങ്ങളുടെ 2 ആലയങ്ങളിലുമുള്ള ദൈവമേ സുഖമില്ലാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സഹോദരങ്ങളാ കർത്താവെ. അവരെല്ലാം ഈ സമയത്ത് തൃക്കരത്തിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ അച്ഛൻ കുറെ പേരുടെ പേരുകൾ പറഞ്ഞു കർത്താവെ. ദൈവമേ ആശുപത്രിയിലെ ആയിരുന്ന പ്രേം റോയനും ദൈവമേ ജോൺസൺ ഒക്കെ വീട്ടിൽ വരുവാൻ അവിടുന്ന് സഹായിച്ചു ദൈവമേ. നന്ദിയോടെ സ്തോത്രം ദൈവമേ. എന്നാലും കർത്താവെ ആശ ഹോസ്പിറ്റലിലായിരിക്കുന്നു എന്നറിഞ്ഞു കർത്താവെ. സാജനെ കുഞ്ഞിനെ ഇവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതുപോലെ കർത്താവെ പാളിപ്പാളിയിലുള്ള ഒരു അങ്കിളിനെ VK തോമസ് അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ബിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നളിനിയെയും മാണിക്കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പലരുടെയും പേരുകൾ ദൈവമേ അച്ഛൻ പറഞ്ഞുവെങ്കിലും ദൈവമേ ഞാൻ മറന്നുപോയാലും എൻ്റെ കർത്താവെ അവിടുന്ന് മറക്കത്തില്ലല്ലോ ദൈവമേ. പേരായിട്ട് എല്ലാവരെയും പരമേൽപ്പിക്കുക കർത്താവെ. ദൈവമേ അവരുടെ മനോവിഷമങ്ങൾ ഭാരങ്ങൾ കർത്താവെ ആരും ഒന്ന് പോച്ചെന്ന് കാണുവാനോ സമാധാനിപ്പിക്കുവാനോ ഒന്നും കഴിയാത്ത ഈ അവസ്ഥയിൽ എൻ്റെ പൊന്നു കർത്താവ് അവർക്ക് തുണയും ദൈവമേ അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് അവരോട് കൂടെ ഇരുന്ന് കർത്താവ് അവരെ സമാധാനിപ്പിക്കണമേ കർത്താവെ. എത്രയും വേഗം കർത്താവെ അവിടുത്തെ ആണിപ്പാടുള്ള കരം അവരുടെ മേലൊന്ന് വെച്ച് കർത്താവ് അവർക്കൊരു പരിപൂർണ വിടുതലും സൗഖ്യവും കൊടുക്കണേ കർത്താവെ. എൻ്റെ ദൈവമേ എൻ്റെ കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല കർത്താവെ. അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെയും കർത്താവിന് നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളൂ കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം ദൈവമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഇന്ന് വചന
വചനത്തിൽ കൂടെ പറഞ്ഞ കർത്താവെ, ആ വിശ്വാസത്തിന്റെ ആ വളർച്ചയിൽ ഞങ്ങൾ അനുദിനം വളർന്നു വരുവാന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, അവർക്ക് ആവശ്യമായ മരുന്നുകളും അവർക്ക് ആവശ്യമായതെല്ലാം ദൈവമേ തക്ക സമയത്ത് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സഭയിലുള്ള കർത്താവെ, 2 സഭയെയും ഒരുപോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലുള്ള കുഞ്ഞുങ്ങള് കർത്താവെ, യൗവനക്കാര്, ദൈവമേ മധ്യവയസ്കര്, പ്രായമായവരെ എല്ലാവരെയും ഓർക്കുക കർത്താവെ. ഈ സമയത്ത് ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു ദൈവമേ. അവർക്കൊക്കെ ഒത്തിരി പ്രയാസങ്ങളുണ്ട് ദൈവമേ. കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിത്തത്തിലൊക്കെ പ്രയാസമുണ്ട് കർത്താവെ. ദൈവമേ യൗവനക്കാർക്ക് എത്രയോ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവെ. ബിസിനസ് ശരിയായിട്ടില്ലാതെ അവർക്ക് ശരിയായ വരുമാനമില്ലാതെ ഭവനം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. ദൈവമേ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാ കർത്താവെ. അവരെയൊക്കെ കർത്താവെ അവിടുന്ന് വഴികൾ കാണിച്ചു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കും ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. ദൈവമേ എങ്കിലും കർത്താവ് എല്ലാവരെയും കാത്തു പരിപാലിക്കുന്നവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, എല്ലാ മക്കളെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കണേ കർത്താവെ. പ്രത്യേകിച്ച് സുഖമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരത്തിലേക്ക് പരമേൽപ്പിക്കുക കർത്താവെ. എൻ്റെ പൊന്നു കർത്താവ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന കർത്താവ്. കർത്താവിൻ്റെ മുൻപിൽ പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ മിടുക്കരെന്നോ മണ്ടനെന്നോ ഒന്നുമില്ലല്ലോ കർത്താവെ. എൻ്റെ കർത്താവ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാ കർത്താവെ. പക്ഷപാതമില്ലാത്ത കർത്താവ്, എല്ലാവരെയും കർത്താവ് ഒരുപോലെ കാണുന്നത് കർത്താവ്. സ്തോത്രം ദൈവമേ. അവിടുത്തെ കരം ഒന്ന് വയ്ക്കണമേ. എൻ്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവെ. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവ് ലാസറെ പുറത്തു വാന്നുള്ള ഒറ്റ വാക്കിൽ കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ച് ചീഞ്ഞ് നാറിയ ആ ലാസർ കെട്ടപ്പെട്ടവനായിട്ട് വെളിയെ വന്നല്ലേ കർത്താവെ. കർത്താവിന്റെ ശബ്ദം ഒന്ന് കേൾപ്പാൻ ദൈവമേ അവിടുന്ന് ഓരോ മക്കളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അച്ഛൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അമ്മച്ചയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അച്ഛനെ ഇത്രത്തോളം ബലപ്പെടുത്തി കർത്താവെ അവിടുന്ന് നടത്തുന്നവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവമേ. കർത്താവെ വീണ്ടും മുൻപോട്ട് അവിടുന്ന് ബലപ്പെടുത്തി നിന്റെ മകനെ കർത്താവ് കാത്തുകൊള്ളണമേ, ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വിനോദച്ഛനായിട്ടും കുടുംബത്തിനായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന അച്ഛനാ കർത്താവെ. ദൈവമേ അച്ഛനെയും ഇത്രത്തോളം എല്ലാം കർത്താവ് അനുഗ്രഹിച്ചു ദൈവമേ. ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ കർത്താവ് സഹായിച്ചു ദൈവമേ. വിശ്വാസത്തിൽ അവിടുന്ന് നിലനിർത്തി കർത്താവെ. ദൈവമേ അച്ഛനെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വേലകളെയും ഒക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ അച്ഛന്മാരെയും ദൈവമേ, ഞങ്ങളുടെ തിരുമേനിയെയും ഞങ്ങളുടെ ഡയോസിസിനെയും എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക കർത്താവെ. ദൈവമേ അവിടുന്ന് എല്ലാവരെയും അതാത് സ്ഥാനങ്ങളിൽ അനുഗ്രഹിച്ചു ദൈവമേ. എല്ലാവരെയും മഹാമാരിയിൽ നിന്ന് കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം ഈ മഹാമാരി അടുക്കാതെ കർത്താവെ കർത്താവിൻ്റെ ആ വിലയുള്ള രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇസ്രായേൽ മക്കൾക്ക് വന്ന ഒരു വ്യാധിയും കർത്താവെ ഇസ്രായേൽ മക്കളുടെ ഭവനത്തോട് അടുക്കുവാൻ കർത്താവ് സമ്മതിച്ചില്ലല്ലോ കർത്താവെ. ദൈവമേ ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അസുഖമുള്ള മക്കളെ കർത്താവെ എത്രയും വേഗം അവർ സൗഖ്യം പ്രാപിച്ച് ദൈവമേ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത ആ നന്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കുവാൻ ദൈവമേ അവിടുന്ന് ഓരോരുത്തരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ കർത്താവെ കോവിഡ് ഓരോ ദിവസവും കൂടി വരുന്ന ഒരവസ്ഥയിലാണല്ലോ കർത്താവെ. ദൈവമേ കർത്താവെ ഞങ്ങളുടെയൊക്കെ കുറവുകളാ കർത്താവെ. ഞങ്ങൾ പാപികളാ കർത്താവെ. ഇഴയുടെ പാപം ഒരു കാരണമാ കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ നിങ്ങൾ താഴ്ത്തി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം തരാമെന്ന് പറഞ്ഞ കർത്താവെ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറവുകളും കുറ്റങ്ങളുമായിട്ട് മാത്രമേ നിന്റെ സന്നിധി വരുവാൻ കഴിയുള്ളൂ കർത്താവെ.
ദൈവമേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകയാൽ സ്തോത്രം കർത്താവെ. എല്ലാവർക്കും വേണ്ടി കർത്താവെ ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ ഒരുക്കണേ കർത്താവെ. പാപികളാകെ ദൈവമേ സമ്മതിക്കുന്നു ദൈവമേ. തെറ്റുകളൊക്കെ ഒത്തിരി ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയൊക്കെ വന്നു പോയിട്ടുണ്ട് കർത്താവെ. എല്ലാം ക്ഷമിക്കുന്ന കർത്താവ. അവിടുത്തെ അടുക്കൽ വരുന്ന മക്കളെ അവിടുന്ന് ഒരു നാളും തള്ളിക്കളയത്തില്ല കർത്താവെ. ആ രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകിയാൽ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി തീർന്നു കർത്താവെ. വിശുദ്ധിയോടെ കർത്താവിനെ കാണുവാന്, വിശുദ്ധിയോടെ ജീവിക്കുവാന് കർത്താവെ, ഓരോ ദിവസം രൂപാന്തരപ്പെടുവാന് കർത്താവെ അവിടുത്തെ വരവാണ് ആദ്യമെങ്കിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ എല്ലാം ഞങ്ങൾ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഈ രാജ്യത്തോട് കരുണ കാണിക്കണമേ കർത്താവെ. ഇന്ത്യ മഹാരാജ്യത്തോട് കരുണ കാണിക്കണമേ കർത്താവെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തെ അറിയാതെ എത്രയോ പേരുടെ ദൈവമേ ഉള്ളങ്ങളെ സാത്താൻ കുരുടാക്കി വെച്ചിരിക്കുക കർത്താവെ. ദൈവമേ ജീവിക്കുന്ന കർത്താവേശു മാത്രമെന്ന് എല്ലാവരും ഒന്ന് അറിയുവാൻ തക്കവണ്ണം എൻ്റെ പൊന്നു കർത്താവെ ആ യേശുവിനെ ഒന്ന് കാണുവാന് എല്ലാ മുഴങ്കാലും കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങുമല്ല കർത്താവെ. അങ്ങനെ ഒരു കാലം ഉണ്ടല്ലോ കർത്താവെ. എല്ലാവരും യേശുവിനെ കർത്താവെ, എൻ്റെ കർത്താവ് എല്ലാവർക്കും വേണ്ടി വന്നു, എല്ലാവർക്കും വേണ്ടി ക്രൂസിൽ മരിച്ചു, എല്ലാവർക്കും വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും തന്നു ദൈവമേ. അത് ഇന്നവർക്കൊന്നും ഒരാൾക്കൊന്നും അല്ല കർത്താവെ, ക്രിസ്ത്യാനികളൊന്നും അല്ല കർത്താവ്. അവിടുന്ന് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമേ. മനുഷ്യരാണ് അതെല്ലാം വേർതിരിച്ചു വെച്ചിരിക്കുന്ന കർത്താവെ. എല്ലാവരും യേശുവിനെ ഒന്ന് അറിയുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഒരു കാര്യം ചെയ്യണമേ കർത്താവെ. അവിടുന്ന് ഈ മഹാമാരിക്ക് ഒരു ശമനം എത്രയും വേഗം വരുത്തണേ കർത്താവ്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവെ കരം നീട്ടി ദൈവമേ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കണേ കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള ദൈവമാ കർത്താവെ. ഓരോ അവസരങ്ങളിലും ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ. കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാന് എത്രയോ അവസരങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് കർത്താവെ. നന്ദിയില്ലാതെ ഞങ്ങൾ പോയിട്ടുണ്ട് കർത്താവെ. അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഈ രോഗത്തിന് സംബന്ധിച്ച് ദൈവമേ എത്ര പേര് കർത്താവെ അതിനുള്ള മരുന്നിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഡോക്ടർമാര്, നേഴ്സുമാര്, ആരോഗ്യ പ്രവർത്തകര്, സാമൂഹ്യ പ്രവർത്തകര്, ദൈവമേ അങ്ങനെ എത്രയോ പേര് ദൈവമേ ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവെ. എത്ര നേഴ്സുമാർ മരിക്കുന്നു, അവരുടെ ജീവനെ പോലും തൃണവൽക്കരിച്ച കർത്താവെ അവർ വേല ചെയ്യുന്ന ദൈവമേ. എത്ര ഡോക്ടർമാർ മരിക്കുന്നു കർത്താവെ. അവരൊക്കെ ആത്മാർത്ഥമായി വേല ചെയ്യുന്നവരാ കർത്താവെ. ദൈവമേ കർത്താവെ അവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുയോജ്യമായ മരുന്ന് കണ്ടുപിടിക്കുവാനിടയാക്കണമേ. വാക്സിൻ്റെ ഷോർട്ടേജുകളൊക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഏത് കാര്യമായാലും ദൈവമേ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മനസ്സോടെ കൊണ്ടുവരുവാന്, കണ്ണുനീരോടെ കൊണ്ടുവരുവാന് ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഞങ്ങളുടെ അപ്പച്ചനാ കർത്താവെ. അപ്പച്ചൻ്റെ അടുക്കൽ ദൈവമേ മക്കൾക്ക് കൊണ്ടുവരാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല കർത്താവെ. അവിടുന്ന് സ്നേഹിക്കുന്ന ദൈവമാ കർത്താവെ. നിന്റെ അടുക്കൽ വരുന്ന ഒരു മക്കളെ പോലും നീ ഒരു നാളും തള്ളിക്കളയുന്ന കർത്താവ് അല്ലല്ല കർത്താവെ. ദൈവമേ ഞങ്ങളെ വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ അടുത്തു വരിക കർത്താവെ. ഞങ്ങളെ ഓരോ ദിവസവും വിശ്വാസത്തിൽ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവെ ഇന്നത്തെ വചന ശുശ്രൂഷ ചെയ്ത അച്ഛനെയും പ്രത്യേകം ദൈവമേ ആ വചനത്തെയും എല്ലാം ഓർത്ത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഉള്ളത്തിലെ ദൈവമേ ഞങ്ങൾക്ക് ക്രിയ ചെയ്യുവാന്, ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാന്, ഞങ്ങൾ രൂപാന്തരപ്പെടുവാന്, എൻ്റെ കർത്താവിനെ പോലെ യേശുവെ പോലെ ആകുവാൻ കർത്താവെ ഞങ്ങൾ പാടുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ആയിത്തീരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളത്തിൽ വന്ന് നിറയണമേ കർത്താവെ. എപ്പോഴും യേശുവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന കഴുതയെ പോലെ ഞങ്ങളെ ആക്കണമേ കർത്താവെ. ദൈവമേ നിന്നെ വഹിക്കുന്ന ആ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാ കർത്താവെ. എപ്പോഴും എൻ്റെ കർത്താവിൻ്റെ ആ ഭാഗ്യം അനുഭവിപ്പാൻ യേശു വന്ന് നിറയുന്ന ആ ഭാഗ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറയല് അതൊക്കെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ സഹായിക്കണമേ കർത്താവെ. ഇങ്ങനെയുള്ള ഈ കാലയളവിൽ കർത്താവെ അവിടുത്തെ സമാധാനം എത്ര വലുതാ കർത്താവെ. എന്നാലും കർത്താവ് സമാധാനിപ്പിക്കുന്ന ദൈവമാ കർത്താവെ. ഏത് പാൻഡമിക് ടൈം ആയാലും കർത്താവെ കർത്താവിൻ്റെ ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഞങ്ങൾക്ക് അനുദിനം ദൈവമേ അനുഭവിപ്പാൻ അവിടുന്ന് തന്നിരിക്കുന്ന മഹാ വൻകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം സീറോയാ കർത്താവെ. കർത്താവുള്ള ജീവിതം എത്ര ധന്യമാ കർത്താവെ. അതൊക്കെ ഓരോ ദിവസവും കർത്താവെ അനുഭവിപ്പാൻ അവിടുന്ന് തന്നിരിക്കുന്ന വൻകൃപയെ ഓർത്ത് കോടാനുകോടി സ്തോത്രം കർത്താവെ. ദൈവമേ കർത്താവെ
എല്ലാ വിഷയങ്ങളെയും ദൈവമേ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞാൻ ആരുടെയെങ്കിലും ഒക്കെ പേര് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവിടുന്ന് അവരെയും ഓർക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എത്രയും വേഗം കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾ സുഖം പ്രാപിച്ചു ദൈവമേ. കർത്താവെ, എത്രയും വേഗം ആരാധനയിൽ പങ്കെടുക്കുവാനും കർത്താവിന് നന്ദിയുള്ള മക്കളായി ജീവിപ്പാനും ഈ കോവിഡ് കാലം ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ ഏറ്റവും വലിയ രൂപാന്തരമുള്ള ഒരു അവസ്ഥയായി മാറ്റുവാനും കർത്താവെ നീ ഞങ്ങളെ ഇടയാക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പള്ളികളെയും ഞങ്ങളുടെ എല്ലാ ആരാധനകളെയും എല്ലാ അച്ഛന്മാരെയും എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ, അവരുടെയൊക്കെ കുടുംബങ്ങളെയൊക്കെ കർത്താവെ അവിടുന്ന് മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്ത് ഭാരം വന്നാലും എന്ത് പ്രയാസം വന്നാലും കർത്താവെ നിന്നിൽ ചാരിക്കൊണ്ട് കർത്താവെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാന് ദൈവമേ അടിയങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രാർത്ഥിച്ച അടിയന്റെ കുറവുകൾ കണക്കിടല്ലേ കർത്താവെ. പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ കുറവുകളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം അരുൾമാറാകണമേ. ആമീൻ. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴും നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും ഞാൻ ചെവി തുറന്നിരിക്കുന്നുവെന്ന വചനപ്രകാരം ഞങ്ങളുടെ നിലവിളിയും യാചനയും തിരുസന്നിധിയില് സുഗ്രാഹ്യ യാഗമായി അവിടുന്ന് സ്വീകരിച്ചിരിക്കാൻ നന്ദി കരയറ്റുന്നു. പ്രാർത്ഥിച്ച പ്രിയ ദാസിയെയും ദൈവം ബലപ്പെടുത്തണമേ. എളിയവരും ബലഹീനരുമായ ഞങ്ങളെയും ദൈവകൃപയിൽ കാത്തുകൊള്ളണമേ. കർത്താവെ, നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതാണ്, ഏറ്റവും മൂല്യമുള്ളതാണ്, സ്വർഗീയമായിട്ടുള്ള കർത്താവെ അനുഗ്രഹമാണ് എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. സമർപ്പിച്ച എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധനയുടെ അനുഗ്രഹത്താൽ ബലഹീനരായ ഞങ്ങളെയും ഈ ലോകത്തെയും സ്വർഗത്തിലെ ദൈവം നിറയ്ക്കണമേ. ഈ ആരാധനയിൽ ആരെങ്കിലും കർത്താവെ മാനസികമായ രോഗത്താലോ പ്രയാസത്താലോ മറ്റ് ശാരീരികമായ ക്ഷീണത്താലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ദേശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സന്ദർശിക്കുകയും അവരെ സ്പർശിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി അവരെ വിടുവിക്കുകയും ചെയ്യണമേ. നിന്റെ രക്തത്താൽ ഞങ്ങൾ എല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുകയാണ് കർത്താവെ. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും കർത്താവെ കാത്തിരിക്കുവാൻ, ക്ഷമയോടെ കാത്തിരിക്കുവാൻ, വിശ്വാസത്തോടെ ജാഗരിപ്പാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. കർത്താവെ, ഈ ജീവിതത്തിനപ്പുറം നീ ഒരുക്കുന്ന ഒരു നിത്യത കാത്തിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ആ സ്വർഗീയമായ കൃപകൾക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ദൈവജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ അവരുടെ ജീവിതങ്ങളിൽ പകർന്നതിനായി സ്തോത്രം. കിടക്കയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, സൗഖ്യം കൊടുക്കണമേ. കർത്താവെ, മറ്റു പ്രയാസങ്ങളിൽ ഒക്കെ ആയിരിക്കുന്നവരെ ദൈവമേ നീ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, വാതിലുകളെല്ലാം അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവെ, നീ വാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയിൽ എല്ലാവരെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ കൃപയിലായിരിക്കാൻ ഈ ഒരാഴ്ച മുഴുവനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ യാചിക്കുകയാണ്. പ്രകൃതിയുടെ ക്ഷോഭങ്ങളിൽ നിന്നോ മഹാമാരിയിൽ നിന്നോ കഷ്ടതകളിൽ നിന്നൊക്കെ ദൈവമേ അവിടുത്തെ ജനമായ ഞങ്ങളെ വിടുവിക്കുകയും നീ ഒരുക്കുന്ന രക്ഷ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ.
ഈ ആരാധന അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പങ്കെടുത്ത എല്ലാ മക്കളെയും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തുതിക്കുന്നു. യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് അവിടുന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ ഈ ആരാധനയില് സംബന്ധിച്ച എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവനും ജീവിക്കുവാനും പ്രവർത്തിപ്പാനും ദൈവകൃപ നേടുവാനും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് അനുഗ്രഹമുള്ള വചനം പങ്കുവെച്ച ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള റവറൻഡ് ഡോക്ടർ വിനോദ് സൈലസ് അച്ഛനോടുള്ള സ്നേഹാദരവ് ഈ 2 സഭയുടെ പേരിലും അറിയിക്കുന്നു. കുടുംബമായി ദൈവം ബലപ്പെടുത്തട്ടെ. മുൻപോട്ടുള്ള ജീവിതത്തിൽ ദൈവം പ്രത്യാശയായി വഴികാട്ടിയായി കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ചവര്, വേദഭാഗങ്ങൾ വായിച്ചവര്, പ്രാർത്ഥിച്ചവര്, ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയ നമ്മുടെ പ്രിയമുള്ളവര്, അവരോടുള്ള സ്നേഹം ദൈവനാമത്തില് അറിയിക്കുന്നു. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയമുള്ള പ്രിയങ്ക രൂപേഷ് എന്നിവരെയും മമത അഷിൻ എന്നിവരെയും അനുമോദിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ ജന്മദിനം, വിവാഹവാർഷികം ആഘോഷിച്ചവരുടെ പേരുകൾ: ജ്യോതി മനോജ് കൊച്ചമ്മ, മിസ്റ്റർ സജ്ജു മുട്ടുങ്കൽ, മിസ്റ്റർ ജസ്വിൻ എസ് വി, ജൊഹാൻ ബെനിറ്റോ റിജോ, ഡോക്ടർ സാം തോമസ്, മിസ് മെറിൻ കെസീന ഇസി, മിസ്റ്റർ സുനിൽ മാത്യു, മിസ്റ്റർ സാമുവൽ പ്രേം റോയൻ, ഗ്രേസി ജോൺ ബോസ്, മിസ്സിസ് പൊന്നമ്മ മാർട്ടിൻ, അഡ്വക്കേറ്റ് സാം ജോർജ്, മിസ്സിസ് ജോമോൾ തോമസ്, മിസ്റ്റർ സുധി ബിട്ടി ആൻഡ് ഡോക്ടർ മനോജ് വില്യംസ്. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവര് മിസ്റ്റർ ദായ് വർഗീസ് ആൻഡ് മിസ്സിസ് മേബിൾ വർഗീസ്, മിസ്റ്റർ അനിൽ സെബാസ്റ്റ്യൻ ആൻഡ് മിസ്സിസ് ഷെറിൻ അനിൽ, മിസ്റ്റർ ഷോൺ ഐ എഡ്വിൻ ആൻഡ് മിസ്സിസ് നീതു റേച്ചൽ ജോർജ്, മിസ്റ്റർ വാലന്റൈൻ മോഹൻദാസ് നിക്കോളാസ് ആൻഡ് മിസ്സിസ് ലില്ലി നിക്കോളാസ്. ഈ പ്രിയപ്പെട്ടവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും സന്തോഷവും ആരോഗ്യവും ദൈവനാമത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. പ്രാർത്ഥന വിഷയങ്ങള് ഞാൻ നേരത്തെ പങ്കുവെച്ചുവല്ലോ. ഭവനങ്ങളിലൊക്കെ ചികിത്സയിലായിരിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റലിലായിരിക്കുന്ന 2 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് സ്നേഹമുള്ള ആശയും അതുപോലെ തോമസ് അങ്കിളും 2 പേരും ഈ സമയത്ത് ഹോസ്പിറ്റലിലായിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കൂടാതെ നമ്മുടെ സഭയിൽ മറ്റംഗങ്ങളും രോഗാവസ്ഥയിലൊക്കെ കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ജലലി സഭയിലെ യുവജനങ്ങള് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഫെലോഷിപ്പിന് അവര് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഫെലോഷിപ്പിന്റെ പ്രത്യേകത ഒന്നിച്ചിരുന്ന് യുവജനങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കൂടാതെ തന്നെ അവരാൽ കഴിയുന്ന തുകകൾ അവർ ശേഖരിച്ച് ഈ രോഗത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുന്നവരെ സഹായിക്കുവാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉദ്യമത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് വേറെ ആരും അറിയുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് ഒന്ന് അറിയിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ നമ്മുടെ സഭ ഈ നാളുകളിലൊക്കെ നമുക്കറിയാം അടച്ചിട്ടിരിക്കുകയാണ്. വിധങ്ങളായ ശുശ്രൂഷകള്, പലവിധമായ ആവശ്യങ്ങൾ നമുക്ക് സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഓരോ ആരാധനയും കഴിയുമ്പോൾ വഴിപാടുകൾ ഒരുപക്ഷെ നമുക്ക് ബാങ്ക് വഴിയായിട്ട് അയക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു വയ്ക്കാം. ഒരു 10 രൂപയെങ്കിൽ 10 രൂപ, അധികമല്ല, നമ്മുടെ വഴിപാട്
വീട്ടിൽ ഒരു പാത്രത്തിൽ നമുക്ക് എടുത്തു വെച്ചാൽ എപ്പോഴാണോ പള്ളി ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്കത് കൊടുക്കാം. നമ്മുടെ ദശാംശം, അതുപോലെ വഴിപാടുകൾ, മാസവരികളൊക്കെ 2 പള്ളിയിലുള്ള ട്രഷറർമാരുണ്ട്. അവരെ നിങ്ങൾ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. കാരണം ദൈവത്തിന് നമ്മുടെ ആ ഒരു വഴിപാടുകളെ സമർപ്പിച്ച് സ്തോത്രയാഗം അർപ്പിക്കുക എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അപ്പച്ചൻ, അദ്ദേഹം ഒരു തുക എടുത്തു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പള്ളിയിൽ വരാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എത്രയാണോ ഞാൻ പള്ളിയിൽ വഴിപാട് ഒരാഴ്ചയും ആ പണം ഞാൻ എടുത്ത് നീക്കി വെച്ചിരിക്കുകയാണ്. ദൈവികമായ ശുശ്രൂഷകൾ, നമ്മൾ ദൈവത്തിന് പണം വേണം, പക്ഷെ ദൈവികമായ ശുശ്രൂഷകളെ നമ്മൾ എങ്ങനെ വിലമതിക്കുന്നു, അതിനെന്ത് വില കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, സേവനങ്ങൾ, നമ്മുടെ വഴിപാടുകൾ ദൈവസന്നിധിയിൽ സഭാജനത്തിന് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഹോപ്പ് എന്ന ഫെലോഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടന്നു വരികയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഫ്രൈഡേ 8 മണിക്ക്, രാത്രി 8 മണിക്കാണ് ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സഭയെ അറിയിക്കാനുള്ള കാര്യങ്ങൾ പ്രധാന വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ പുതിയ 2 സഭയിലും പുതിയ കമ്മിറ്റി ഈ മാസം ഏൽക്കേണ്ടതായിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എല്ലാ സഭകളിലും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇലക്ഷൻ ഇല്ല, സെലക്ഷൻ ആണ്. അപ്പോൾ ദൈവനാമത്തിൽ പ്രവർത്തിപ്പാനായിട്ട് താല്പര്യമുള്ളവർ അവർ മുൻപോട്ട് വരണം. ഇതൊരു ശുശ്രൂഷയാണ്. നമ്മുടെ കഴിവും നമ്മുടെ താലന്തുകളും എല്ലാം ദൈവനാമത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു അനുഗ്രഹമുള്ള ഒരാഴ്ച എല്ലാവർക്കും നേരുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി വഴി നടത്തട്ടെ. ഈ സമയത്ത് ബഹുമാനമുള്ള വിനോദച്ചൻ പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ ഭവനങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലുമായിരുന്നു കൊണ്ട് പോലും കർത്താവെ, ഞങ്ങൾക്ക് ഒരു മനസ്സോടെ ഒരു കുടക്കീഴിന്റെ കീഴിൽ വന്ന് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങിൽ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം അങ്ങ് നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, പൂർണ്ണമായി ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വിശ്വാസ സമൂഹമായി വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങളുടെ 2 സഭകളിലുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഹോസ്പിറ്റലിലായിരിക്കുന്ന 2 മക്കളെയും കർത്താവ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ഭവനത്തിൽ പോകാനുള്ള കൃപ കൊടുക്കണമേ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ചവരും വിവാഹ വാർഷികം ആഘോഷിച്ച പ്രിയ മക്കളെയും യേശുവെ അങ്ങ് അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ കർത്താവെ കാത്തുകൊള്ളണമേ. ഈ പുതിയ ആഴ്ചയിൽ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവെ ഓരോ ദിവസവും പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ 2 സഭകളിലുള്ള എല്ലാ മക്കളെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ജയനച്ചനായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗവും എല്ലാം ഉണ്ടായിരുന്ന സമയത്തും അങ്ങ് മാറാത്തവനായി, കൈവിടാത്തവനായി കൂടെ ഇരുന്ന പ്രിയ മകനെ പിടിച്ച് നടത്തിയ ദൈവമേ, എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കൊച്ചമ്മയ്ക്കായിട്ട് 2 മക്കൾക്കായിട്ട് സ്തോത്രം. അച്ഛന്റെ പ്രിയ മാതാവിനായിട്ട് സ്തോത്രം. ദൈവമേ, അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും എന്റെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ 2 സഭകളിലെ എല്ലാ കമ്മിറ്റികളും അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. അവിടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് തന്നെ കൂട്ടി പരിപാലിക്കണമേ. കർത്താവെ, ഞങ്ങൾ പുനരുദ്ധാനം പ്രാപിക്കേണ്ടവരാണ് എന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ, യേശു കർത്താവിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ, ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത വിശ്വാസത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും യേശുവിന്റെ 2ാം വരവിൽ ഞങ്ങളും അതിൽ ഭാഗവാക്കുകളാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങ് നൽകിയിരിക്കുന്ന ധൈര്യത്തോടെ ശക്തിയോടെ ഈ ലോകത്തേക്ക് പുറപ്പെട്ടു പോകട്ടെ. കർത്താവെ, ലോകം ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. കർത്താവെ, ആരാധനയിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ. ഇതിലും ചന്തമായി ഉചിതമായി അങ്ങ് ആരാധിപ്പാൻ തുടർന്നുള്ള ഓരോ ആരാധനകൾക്കായി ഞങ്ങളെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ലോക സാഹചര്യങ്ങളെല്ലാം മാറുവാൻ കർത്താവെ, ഞങ്ങൾക്ക് പഴയതുപോലെ ആലയങ്ങളിൽ ചെന്ന് അങ്ങേ സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും വഴി നടത്തണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. സമാധാനമുള്ള ഹൃദയങ്ങളിൽ ആശീർവാദം സ്വീകരിപ്പിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
സമാപന കീർത്തനം 86 കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 86. യേശു എൻ ആത്മാ സഖേ നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. ഈ ലോകമാം വാരിധേ തീരകൾ ഉയരുന്നേ. ഘോരമാം കോൾ ശാന്തമാ തീരും എൻ ജീവനേ ജീവനേ നീ നന്ദികെ ഭദ്രമാ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആരാധന ഇവിടെ പൂർണ്ണമാകുകയാണ്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ, അതുപോലെ മെഡിക്കൽ മേഖലകൾ, ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ ശുശ്രൂഷ ചെയ്യുന്നവർ, സാമൂഹിക സേവകർ, സന്നദ്ധ പ്രവർത്തകർ, അവരെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവരെയും കരുണയോടെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.